It's not a journey. Every journey ends, but we go on. The world turns and we turn with it. Plans disappear. Dreams take over. But wherever I go, there you are. My fortune. കല്യാണം കഴിച്ച് ഞാൻ വന്നപ്പോ അവൻ എന്നോട് മിണ്ടാറേ ഇല്ല. കല്യാണം കഴിക്കുന്നത് വരെ. കല്യാണം കഴിച്ച 2 ദിവസം കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് വന്നിട്ട് എനിക്ക് മാട്രിമോണിയലില് എന്റെ പ്രൊഫൈൽ ഉണ്ടാക്കി അതുവരെ എന്നോട് ഒന്നും മിണ്ടാത്ത ആള് ആദ്യം ചോദിച്ചത് എനിക്ക് മാട്രിമോണിയലില് പ്രൊഫൈൽ ഉണ്ടാക്കി തരാനാണ്. കുറിച്ച് എന്താ പറയാനാ, ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ആവാൻ പോണ ആളാണ്. വളരെ കെയറിങ്ങും പേഷ്യൻറ്റും ലവബിൾ ആയിട്ടുള്ള ഒരാളെയാണ് കിട്ടിയിരിക്കുന്നത്. ഞങ്ങളുടെ ആക്ച്വലി അലയൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഹായ് എന്ന് പറഞ്ഞ മെസ്സേജ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. ഞങ്ങളുടെ മാട്രിമോണി വഴി മീറ്റ് ചെയ്തു. ഏബിളിൻ്റെ മദറായിരുന്നു മാട്രിമോണി നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഏബിളിൻ്റെ മദർ റിക്വസ്റ്റ് അയച്ചു, ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ സംസാരിച്ച് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചിട്ട് ഏബിൾ ആദ്യം ഒരു ഹായ് അയച്ചു. ഞങ്ങളാദ്യം ഒരു മെസ്സേജ് സ്റ്റാർട്ട് ചെയ്ത ശേഷം പിന്നെ ഓക്കെ നമുക്ക് കൺവിൻസിങ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം ഡിസൈഡ് ചെയ്ത് ഓക്കെ മൺഡേ മെസ്സേജ് അയച്ചിട്ട് ഓക്കെ നമുക്ക് സാറ്റർഡേ സംസാരിക്കാം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യണ പോലെയാണ് ടൈം ഷെഡ്യൂൾ ചെയ്തത് സംസാരിക്കാൻ ഫസ്റ്റ് ടോക്കിന് വേണ്ടി. അപ്പോൾ ആ സമയത്ത് ഇതൊരു ലൈഫ് പാർട്ട്ണർ ആവോ ഇല്ലയോ എന്ന് ആ ടോക്കിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഒരു നല്ലൊരു ഫ്രണ്ട് ആണെന്ന് ആ ഒരു ടോക്ക് നമുക്കൊരു ഐഡിയ കിട്ടി. കാരണം നമുക്ക് എന്തും ഓപ്പണായിട്ട് ഷെയർ ചെയ്യാം, കുറച്ചൊക്കെ കാര്യങ്ങൾ കോമൺ ആയിട്ടുള്ള പോലെ തോന്നി. ചൂസ് ചെയ്ത കാരണം എന്ന് വെച്ചാൽ ആൾ ഇച്ചിരി കൂടി ഓണസ്റ്റ് ആയിട്ട് തോന്നി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു ലിസണറാണ്, കെയറിങ് ആണ്, എപ്പോഴും കൂടെ ഉണ്ടാവും, എല്ലാ കാര്യം കേട്ടും ഉറപ്പും തന്ന് എല്ലാ സ്ട്രഗിൾസിലും കൂടെ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് പണ്ട് കല്യാണം എന്ന് പറഞ്ഞാൽ ഈ വഴി വിളിച്ച് ആ വഴി ഓടുന്ന ആളായിരുന്നു. ഇപ്പോൾ അവന് ഏബിളിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു. പിന്നെ ഏബിളെ വെച്ച് നോക്കുമ്പോൾ ലൈക്ക് ഹീസ് ലൈക്ക് ഐ തിങ്ക് ഹീസ് ബ്ലൈൻഡ്ലി ഇൻ ലവ്. ലൈക്ക് ഭയങ്കര ലവിലാണ് രണ്ടാളും. We wish them all the best and a very happy married life. ആയിരം കാതമകലെയാണെങ്കിലും നിന്നെ ഞാൻ സ്നേഹിച്ചുകൊണ്ടിരിക്കും. നീ ചിന്തിക്കുന്ന സമയത്ത് കാറ്റായി മഴയായി ഞാൻ നിന്റെ അടുത്ത് വന്നുകൊണ്ടിരിക്കും. Romantic. Akshay is more romantic. Wish you a very happy
married life. God bless you all. Born for adventure, made to run free. Days we'll remember with the world to see. Always ready to run when the wild's calling. Ready to run and we won't stop. We were born. So congrats to both of them and hope it will be all good.